ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരാക്രം ദിവസിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ നടക്കുന്ന പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 15ാം കേരള നിയമസഭയുടെ 10ാമത് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ മറ്റന്നാൾ തുടക്കം. അടുത്ത മാസം 5-നാണ് ബജറ്റ് അവതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാനത്ത് പ്രസിദ്ധീകരിച്ചു. രാംലല്ല ദർശനത്തിനായി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. അതിശൈത്യവും മൂടൽമഞ്ഞും ഉത്തരേന്ത്യയിൽ ട്രെയിൻ വ്യോമഗതാഗതത്തെ തടസ്സപ്പെടുത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ക്വാർട്ടറിൽ നൊവാക് ജോക്കോവിച്ച് ടൈലർ ഫ്രിറ്റ്സിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സ്വാതന്ത്ര്യ സമരത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ധീരദേശാഭിമാനികൾക്ക് ആദരം അർപ്പിക്കുന്നതിനായാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം രാജ്യം പരാക്രം ദിവസായി ആഘോഷിക്കുന്നത്. ഈ മാസം 31 വരെ നീളുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി നേതാജിയുടെ അത്യപൂർവ ഫോട്ടോഗ്രാഫുകളും ആസാദ് ഹിന്ദ് ഫൌജുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളും കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. രാംലീല മൈതാനിലും മാധവ്ദാസ് പാർക്കിലുമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഭാരത് പർവിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. റിപ്പബ്ലിക് ദിന നിശ്ചല ദൃശ്യങ്ങളും സാംസ്കാരിക പ്രദർശനവും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും ഈ മാസം 31 വരെ നീളുന്ന ഗൌരവ് പർവിന്റെ ഭാഗമായി ജനങ്ങൾക്ക് അടുത്തറിയുന്നതിന് അവസരം ഒരുക്കിയിട്ടുണ്ട്. പരാക്രം ദിവസിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ നേതാജിക്ക് ആദരം അർപ്പിച്ചു. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അസാധാരണമായ നിശ്ചയദാർഢ്യം കാഴ്ചവച്ച നേതാവായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഭയരഹിതമായി ചെറുത്തുനിൽക്കാൻ നേതാജിയുടെ അസാമാന്യ ധീരത ഇന്ത്യൻ ജനതയ്ക്ക് പ്രചോദനമേകിയതായും രാഷ്ട്രപതി പറഞ്ഞു. ജനങ്ങൾക്ക് പരാക്രം ദിവസ് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാജിയുടെ ജീവിതത്തെയും ധീരതയെയും രാജ്യം ആദരിക്കുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള നേതാജിയുടെ അചഞ്ചലമായ സമർപ്പണം എക്കാലവും പ്രചോദനം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഹമാര സംവിധാൻ ഹമാര സമ്മാൻ പ്രചാരണ പരിപാടി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നിയമനീതി മന്ത്രാലയമാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സബ്കോ ന്യായ് ഹർ ഘർ ന്യായ്, നവഭാരത് നവ്സങ്കൽപ്, വിധി ജാഗ്രതി അഭിയാൻ എന്നിവയാണ് പരിപാടിയുടെ പ്രധാന പ്രമേയങ്ങൾ. നിയമോപദേശവും നിയമസഹായങ്ങളും നൽകുന്നതിനുള്ള ന്യായ് സേതു ഏകീകൃത ഇന്റർഫേസിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം വ്യാഴാഴ്ച ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇത്. വ്യാഴാഴ്ച മുതൽ മാർച്ച് 27 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരും. ജനുവരി 29, 30, 31 തീയതികൾ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ബജറ്റ് അവതരണം ഫെബ്രുവരി 5-ന് നടക്കും. അടുത്ത മാസം 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അപേക്ഷ നൽകാമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 5.75 ലക്ഷം പുതിയ വോട്ടർമാരാണ് ഉള്ളത്. സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,70,00,000 കവിഞ്ഞതായും ശ്രീ സഞ്ജയ് കൌൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കും. ഇന്ന് നന്ദൻകോടാണ് ജില്ലയിലെ അവസാനത്തെ പര്യടന സ്ഥലം. ഇടുക്കി ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് കട്ടപ്പന നഗരസഭയിൽ എത്തി. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി ലക്ഷദ്വീപിലും പര്യടന പരിപാടികൾ പുരോഗമിക്കുന്നു. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി എ നാരായണസ്വാമി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
രാംലല്ല ദർശനത്തിനായി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ഇന്നലെയാണ് ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടന്നത്. പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു നൽകിയ ആദ്യ ദിനമായ ഇന്ന് പുലർച്ചെ 3 മണി മുതൽ ഭക്തരുടെ നീണ്ട നിരയാണ് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിലെ കനത്ത തണുപ്പിനെ അവഗണിച്ചാണ് ഭക്തർ രാത്രിയുടനീളം ക്ഷേത്ര ദർശനത്തിനായി കാത്തുനിന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സംഘം അയോധ്യ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കും. അടുത്ത മാസം 22-ന് നടക്കുന്ന സന്ദർശനത്തിൽ സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും പങ്കുചേരുമെന്നും അസം മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ അടുത്ത മാസം 8-ന് സമരം നടത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസ് സമരത്തിന് സഹകരണം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് സഹകരണമുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും കേരളം സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും കിട്ടാനുള്ള വിഹിതത്തിന്റെ പകുതിയെങ്കിലും കിട്ടിയാൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ സഹകരണം ഉണ്ടാകണമെന്നും ശ്രീ ബാലഗോപാൽ അഭ്യർത്ഥിച്ചു. യുഡിഎഫ് സർവീസ് സംഘടനകളിൽ ഉൾപ്പെട്ട സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും നാളെ പണിമുടക്കും. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. അതേസമയം ജോലിക്ക് ഹാജരാകാതെ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡയസ് നോണായി കണക്കാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാരുടെ ശമ്പളം കുറവ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മതിയായ കാരണമില്ലാതെ ജോലിക്ക് വരാത്ത താൽക്കാലിക ജീവനക്കാരെ നീക്കം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു. അതിശൈത്യവും മൂടൽമഞ്ഞും ഉത്തരേന്ത്യയിൽ ട്രെയിൻ വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിലേക്കുള്ള 28 ട്രെയിൻ സർവീസുകൾ വൈകി ഓടുന്നതായി റെയിൽവേ അറിയിച്ചു. മൂടൽമഞ്ഞ് ദൂരക്കാഴ്ച തടസ്സപ്പെടുത്തിയത് ന്യൂഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിന് കാരണമായി. 6.9 ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. പഞ്ചാബ്, ഹരിയാന, യുപി എന്നിവിടങ്ങളിൽ ഈ മാസം 26 വരെ കനത്ത മൂടൽമഞ്ഞ് തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിന്റെ ശൈത്യകാല തലസ്ഥാനമായ ജമ്മുവിലും ശ്രീനഗറിനേക്കാൾ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. ട്രെയിൻ, വിമാന സർവീസുകൾ ഇതേ തുടർന്ന് റദ്ദാക്കി. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഖത്തറിലെ അൽ ബെയ്ത്ത് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും തോൽവി വഴങ്ങിയ ഇന്ത്യയ്ക്ക് മുന്നോട്ടുള്ള പ്രതീക്ഷ നിലനിർത്താൻ ഇന്നത്തെ വിജയം അനിവാര്യമാണ്. ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയോടും രണ്ടാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനോടുമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പരാജയപ്പെട്ടത്. ഇംഗ്ലണ്ടിനെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ 2 ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യയുടെ മുൻനിര ബാറ്റർ വിരാട് കോഹ്ലി കളിക്കില്ല. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മത്സരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. 5 ടെസ്റ്റുകളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ ഹൈദരാബാദിൽ നടക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമായി. ലോക 1-ാം നമ്പർ താരവും കഴിഞ്ഞ വർഷത്തെ ജേതാവുമായ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചും അമേരിക്കൻ താരം ടെയ്ലർ ഹാരി ഫ്രീഡ്സും തമ്മിലുള്ള മത്സരം ഇപ്പോൾ നടക്കുകയാണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ്, റഷ്യയുടെ ഡാനിൽ മെഡ്വദേവ്, ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ജെനിക് സിന്നർ തുടങ്ങിയ മുൻനിര താരങ്ങളും ക്വാർട്ടറിൽ കടന്നിട്ടുണ്ട്. വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ രാവിലെ നടന്ന മത്സരത്തിൽ ഉക്രൈൻ താരത്തെ പരാജയപ്പെടുത്തി അമേരിക്കൻ താരം കോക്കോ ഗൌഫ് സെമിയിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരം രോഹൻ ബോപ്പണ്ണയും ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ഡനും അടങ്ങുന്ന സഖ്യം ക്വാർട്ടറിൽ കടന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ആദ്യ പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ കായിക വിഭവശേഷി ആഗോളതലത്തിൽ ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. 4 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി സെമിനാറുകളും പ്രദർശനങ്ങളും ചലച്ചിത്രോത്സവവും നടക്കും. കായിക താരങ്ങളായ IM വിജയൻ, ബൈചുങ് ബൂട്ടിയ, CK വിനീത്, ഗീതു അന്ന ജോർജ്, ഗഗൻ നാരംഗ്, അഞ്ജു ബോബി ജോർജ്, സഞ്ജു സാംസൺ, മിന്നുമണി തുടങ്ങിയവർ സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമാകും. വിദേശ വിദ്യാർത്ഥി പെർമിറ്റുകളിൽ കാനഡ 2 വർഷത്തേക്ക് പരിധി പ്രഖ്യാപിച്ചു. വിദേശ വിദ്യാർത്ഥികളുടെ റെക്കോർഡ് എണ്ണത്തിൽ പാർപ്പിട പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തുമെന്നും എമിഗ്രേഷൻ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. 2024-ൽ ഏകദേശം 3,60,000 അംഗീകൃത അനുമതികൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2023-ൽ നിന്ന് 35% കുറവാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. പരാക്രം ദിവസിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് രാഷ്ട്രത്തിന്റെ ശ്രദ്ധാഞ്ജലി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. 15ാം കേരള നിയമസഭയുടെ 10ാമത് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ മറ്റന്നാൾ തുടക്കം. അടുത്ത മാസം 5-നാണ് ബജറ്റ് അവതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാനത്ത് പ്രസിദ്ധീകരിച്ചു. രാംലല്ല ദർശനത്തിനായി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. അതിശൈത്യവും മൂടൽമഞ്ഞും ഉത്തരേന്ത്യയിൽ ട്രെയിൻ വ്യോമ ഗതാഗതത്തെ തടസ്സപ്പെടുത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ക്വാർട്ടറിൽ നൊവാക് ജോക്കോവിച്ച് ടെയ്ലർ ഫ്രീഡ്സിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു.